ഇടുക്കി മഞ്ഞപ്പാറയിൽ കുടിവെള്ള പൈപ്പ് മുറിച്ച ഏലം കൃഷിയിടത്തിലേക്ക് വൻതോതിൽ വെള്ളം ചോർത്തുന്നതായി പരാതി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ നിന്ന് മണ്ണിനടിയിലൂടെ രഹസ്യമായി കണക്ഷൻ എടുത്തിരുന്നു തട്ടിപ്പ്. ഒരാഴ്ചയായി കുടിവെള്ളം മുടങ്ങിയതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഈ വൻ ജലചൂഷണം കണ്ടെത്തിയത്. തടിയമ്പാട് മഞ്ഞപ്പാറ കേശവമുനിയിൽ 8 വീട്ടുകാർക്കുള്ള ശുദ്ധജലമാണ് ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടത്. മാർ എഫ്രൈം മൈനർ സെമിനാരിയുടെ സ്ഥലം പാട്ടത്തിനടുത്ത് ഏലം കൃഷി ചെയ്യുന്നവരാണ് ഈ ചൂഷണത്തിന് പിന്നിൽ. കൃഷിയിടത്തിലെ 50,000 ലിറ്ററോളം വെള്ളം ശേഖരിക്കാവുന്ന കൂറ്റൻ സംഭരണികളിലേക്കാണ് വെള്ളം ചോർത്തിയത്. ശുദ്ധജല വിതരണത്തിനായി നേരത്തെ ഉപയോഗിച്ചിരുന്ന പഴയ PVC പൈപ്പ് മുറിച്ച് മണ്ണിനടിയിലൂടെ രഹസ്യമായി മറ്റൊരു കണക്ഷൻ എടുത്തായിരുന്നു തട്ടിപ്പ്. ദിവസം 2 മണിക്കൂർ മാത്രം ലഭിച്ചിരുന്ന കുടിവെള്ളം ഒരാഴ്ചയായി പൂർണ്ണമായി മുടങ്ങിയതോടെയാണ് നാട്ടുകാർ അന്വേഷിച്ചിറങ്ങിയതും തട്ടിപ്പ് കൈയോടെ പിടികൂടിയതും. ഇതിനു പുറമെ പ്രദേശത്ത് മറ്റൊരു വലിയ ആശങ്ക കൂടി നിലനിൽക്കുന്നു. 10 ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള മറ്റൊരു വൻ പടുതാക്കുളവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കൂറ്റൻ പാറയുടെ മേൽമണ്ണിൽ നിർമ്മിച്ച ഈ കുളത്തിൽ ഇതുവരെ പടുതയിട്ടിട്ടില്ല. നിലവിൽ പെയ്യുന്ന കനത്ത മഴയിൽ വെള്ളം ഇവിടെ കെട്ടിനിന്ന ഭൂമിയിലേക്ക് താഴുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. താഴേക്ക് 9 വീടുണ്ട്. ഈ 9 വീട്ടുകാർക്കും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുള്ള ഈ പൈപ്പ് നിർത്തിയിട്ട് 1 വർഷത്തോളാണ്. ഇതിനകത്ത് വെള്ളമില്ലാണ്ട് കിടക്കുക. ഇത് അവർ വെട്ടിപ്പൊളിച്ചിട്ടാണ് ഇതിലൂടെ എടുത്തിട്ട് 6 മാസമൊക്കെ ആയിരുന്നു പണിയാണ്ടിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ പണി തുടങ്ങിയപ്പോഴാണ് ഈ മെനകെട്ട പണിയാണ് ചെയ്തത്. ഇത് കുടിവെള്ളം ഇല്ലാത്തവൻ്റെ വായിലേക്ക് അടിച്ചിട്ട് പോയ പണി കുടിവെള്ളം. അവർക്ക് ഈ ടാങ്കിനകത്ത് വെള്ളം എടുക്കണമെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്തിട്ട് വെള്ളം എടുക്കാറുണ്ട്. ഇത് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ടാങ്കിൽ വെള്ളമില്ല, വെള്ളം കയറുന്നത്. ഇതെന്നാ സംഭവം എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത് കൂട്ട് പണിയാണ് ചെയ്തത്. അവർക്ക് ടാങ്കിനകത്ത് വെള്ളം കിടപ്പുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വെള്ളമില്ല. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പൈനാവ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച പരിശോധന നടത്തി. അനധികൃതമായി വെള്ളം ചോർത്തിയ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പ്രദേശവാസികളോട് വ്യക്തമാക്കിയെങ്കിലും ഇപ്പോഴും അനധികൃതമായി സ്ഥാപിച്ച പൈപ്പ് മാറ്റിയിട്ടില്ല. സിറ്റി വിഷൻ, ഇടുക്കി.